ആരംഭിക്കാം കേട്ടോ. ഒക്കെ ഉണ്ടോ സ്കൂബിക്കുട്ടൻ എക്സൈറ്റ്മെൻറ്റിലാണ് പോണതിൻ്റെ. ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി ഇതേ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പുണ്യാളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കാമെന്നൊക്കെ. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്കൂബി കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കോ കേട്ടോ. ഇവരൊക്കെ കയറി ഞാൻ സ്കൂബിൻ്റെ വണ്ടിയിലിരിക്കുക അല്ലേ ശൂബിച്ചേട്ടാ? ശൂബിച്ചേട്ടൻ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശൂബിച്ചേട്ടന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് കാവലായിട്ട് ഇതേ പപ്പ പുറത്തേക്കുള്ള നടക്കുന്നുണ്ട്. അവിടെ ഈ കോഴി കിടന്ന് കിറങ്ങാനെ കണ്ടിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എൻ്റെ പിള്ളിക്ക് സഹിക്കണില്ല. കൊതിയന് അല്ലേ കൊതിയ അല്ലേ ചൂബി കൊതിയ. അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. അപ്പം അനിയൻ വേന്ന് കഴിച്ച് പുള്ളിക്കാരൻ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അവൻ്റെ വാക്കാട്ട് കാണുന്നത് കട മുഴുക്കൻ അരിച്ച് പറക്കുന്നുണ്ട് സ്കൂബിക്കുട്ടൻ. സ്കൂബി ചൂബി പുറത്തെ മഴയും കൂടത്തേക്കുള്ള അകത്ത് ഏസിയും കൂടി ആക്കി ഇനിയിപ്പോൾ എല്ലാവരും ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് ഇരിക്കണേന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ മാസ്കൊക്കെ വെച്ച് സെറ്റായിട്ട് ഇരിക്കണേ. അപ്പോൾ നമുക്കിതേ മെയിനായിട്ട് രാത്രി ആയാലേ, രാത്രി പകലൊന്നും ഇല്ല. ഇപ്പം തൃശ്ശൂർ സൈഡുള്ള ബ്ലോക്കല്ലേ, അപ്പം നല്ല മുട്ടൻ ബ്ലോക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ബ്ലോക്കൊക്കെ ഉണ്ടായി, കുറവൊന്നും ഉണ്ടായൊന്നുമില്ല. തിരിച്ച് വന്ന വഴിക്ക് അപ്പുറത്തെ ലൈനായിരുന്നു ഭയങ്കരമായിട്ട് ബ്ലോക്കായി കിടന്നു, അനങ്ങനെ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള നമ്മുടെ ടോള് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോഴും. ഉറങ്ങിയോണ്ട് അവൻ്റെ ഉറക്കം കഴിഞ്ഞു. ടോളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുതച്ചിരിക്കുകയെന്ന്. പക്ഷേ ഈ പുതച്ചിരിക്കുന്നത് വീഡിയോയിൽ തല വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുതച്ചിരിക്കുന്നതാണ് ആ കാണുന്നത്. ആ 2 പേര് ഒരു പുതപ്പിന് ഉള്ളിലുള്ളത് ചിലപ്പോൾ തണുക്കാണ്ടിരിക്കാനായിരിക്കും. പക്ഷെ ആ ഒരു ഒറ്റ പുതപ്പുണ്ടല്ലോ, അവ മുഖം കാണാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണെന്നേ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ തുരങ്കം എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കാതെ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് വന്നു ഒരു കുഴിന്നൊക്കെ. അപ്പോൾ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ പോയോണ്ടിരിക്കുക. ഒരുവിധം കുറേയും എന്താ പറയുക 2-3 പേരൊക്കെ ഉറങ്ങി, എങ്കിലും ബാക്കിയൊക്കെ ലൈവായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂബിക്കുട്ടൻ ഇടയ്ക്ക് ഉറങ്ങും ഇടയ്ക്ക് എണീക്കും. ഇത് ഇറങ്ങും മീൻ പരിപാടി അവന്. നല്ല രസമുണ്ടല്ലേ ഈ റോഡ് കാണാൻ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ പാലക്കാട് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ നെൽപ്പാടങ്ങളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എങ്കിലും ചെറിയൊരു പേടിയൊക്കെ തോന്നുമായിരുന്നു. ഞങ്ങൾ എത്തിയിരിക്കുന്നു. എൻ്റെ ശൂബി ഉറങ്ങിയിട്ടില്ല വരെയാക്കി. എൻ്റെ തല എടാ പൊട്ട നിൻ്റെ തല. എൻ്റെ ദൈവമേ എവിടെയാട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഇനിയിപ്പോൾ ഫ്രഷ് ആവാ, നമ്മുടെ സ്ഥലങ്ങൾ കാണാൻ പോവാം. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടെ കാണുന്നത്. സ്ഥലം കാണാനായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂട്ടാ. ഇതല്ലേ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് ഒരെണ്ണം, ഇവിടെ വേറെ ഒരെണ്ണം. ഈ സ്കൂബി കിടന്ന് ഇത് ചെയ്തിട്ട് ഞാൻ ഇത് തുറന്നതാ, അപ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോൾ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ഇരിക്കുന്ന എൻ്റെ അനിയനാണ്, മടിയിലിരിക്കുന്ന എൻ്റെ സ്കൂബി കുട്ടനാ. ആ ബാഗിൽ തിരഞ്ഞു നോക്കണത് എൻ്റെ അമ്മയാന്നൊക്കെ. തൊട്ടപ്പുറത്തിരിക്കുന്നത് എൻ്റെ ആൻറ്റിയാട്ടോ. ഇനിയിപ്പോൾ പപ്പ വണ്ടിയുടെ പുറത്താണ് വെള്ളം മേടിക്കാനായിട്ട് പോയിക്കാട്ടോ. ചൂടെള്ളം കിട്ടുവേ, അപ്പം അത് മേടിക്കാൻ. ജോമനെ നീ നോക്കണേ ജോമനെ, എന്താണ് ഇങ്ങനെ ആരെയാണ് കളിയാക്കണേ? ഈ ഇരിക്കണത് പ്രിൻസ് എന്ന പേരുള്ള ഒരു വ്യക്തിത്വമാണ്. ഭയങ്കര നാണാണ്, അതുകൊണ്ട് പോളിച്ചിരിക്കണം. കണ്ടില്ലല്ലോ എല്ലാവരും. ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു സംഭവം കഴിക്കാം കേട്ടോ. ഓൾറെഡി എല്ലാവർക്കും തന്നെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പരിപ്പോട, ഇവിടുത്തെ പരിപ്പോട നമ്മൾ മേടിച്ചിരുന്നു കേട്ടോ. നമ്മൾ എവിടെയാണ് വന്നതെന്ന് പറഞ്ഞിരുന്നോ ഞാൻ? പാലക്കാടിനാട്ടോ നമ്മൾ വന്നേണത്. അപ്പോൾ പാലക്കാട് സ്പെഷ്യൽ പരിപ്പോടയാണ് നമ്മൾ കഴിച്ചത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടിയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇവിടെ കിട്ടുന്നേക്കാളും കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടമായി എന്നൊക്കെ. അപ്പോൾ ഈ 2 സൈഡിലും കാണുന്നത് നെൽപ്പാടങ്ങളാട്ടോ. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പാലക്കാട് എന്നൊക്കെ പറയുമ്പോഴേ എന്താ പറയുക, വെയിലും ഭയങ്കര ചൂടും പൊടിയൊക്കെ ആയിട്ട് ആ ഒരു സംഭവമല്ലേ മൈൻഡിലേക്ക് പെട്ടെന്ന് വരണ്ടായിരിക്കാം.
പക്ഷേ വേറൊരു ഭംഗി പാലക്കാടിനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായത് ഈ ഒരു ട്രിപ്പിലൂടെ കേട്ടോ. കാര്യം നിറയെ കോടയും മലയും ഒക്കെ ആയിട്ട് എന്നാ ഭംഗിയല്ല കാണാനായിട്ട്. നിറയെ നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പുകളും കുറേ മലയും മഞ്ഞ് മൂടി നിൽക്കുന്ന മലകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ല അഡാർ ക്ലൈമറ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ മഴയൊക്കെ ഞങ്ങൾ പോയപ്പോൾ റെഡ് അലേർട്ട് ആയിരുന്നു കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മഴയും, ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാവില്ല, എന്താണെന്നറിയില്ല, എന്തൊക്കെയൊരു ഭാഗ്യം എന്ന് പറയില്ലേ. ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് തന്നെ തീരുമാനിച്ചത് ഒരു അരമണിക്കൂറിൻ്റെ ഇതും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പോണോ വേണ്ടിയോ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ അവനും പറഞ്ഞു മഴയാന്ന്. അപ്പോൾ നമ്മൾ വേണോ വേണ്ടിയോ എന്നൊരു ഇതുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തു പോവാമെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ, അങ്ങനെ ഞങ്ങൾ പോയതാന്നൊക്കെ. നമ്മളെ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊടുത്ത് നമ്മൾ കണ്ട കാഴ്ചകളാട്ടോ ഈ ഒപ്പിയെടുത്തതെന്നൊക്കെ. കുറേ കയ്യിലുകളും പിന്നെ വള, കീ ചെയിൻ, അങ്ങനെ കുറേ സാധനങ്ങൾ മരം കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. ഇനി നമുക്ക് പോത്തുണ്ടി ഡാമിൽ പോവാം. നമ്മുടെ ഈ ഒരു ഡാമിൻ്റെ സ്റ്റെപ്പ് വന്നിട്ട് 120 സ്റ്റെപ്പുകളാട്ടോ. തുണ്ടിയും കെട്ടുകളും വെറുതെ അറിയുന്ന കേട്ടോ, ദൈവത്തിന് അറിയുള്ളതാണോ എന്ന് എന്നുള്ള വ്യൂ ഉണ്ടോ. ഈ ഒരു ഡാമിനെ 120 സ്റ്റെപ്പാട്ടോ ഉള്ളത്. വെയിലല്ലാണ്ട് പാലക്കാട് തന്നെ കാണാനുള്ളത്. പാലക്കാടിന്റെ വേറൊരു മുഖമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോണത്. നെല്ലിയാമ്പതിക്ക് പോണ വഴിക്ക് പോത്തുണ്ടി എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട് കേട്ടോ. ആ ഡാമിൽ നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു ടൈം, അല്ലെങ്കിൽ രാവിലെ ഒരു ടൈമിൽ നമുക്ക് പോയാൽ ഈ ഒരു വ്യൂ കാണാനായിട്ട് പറ്റുവേ. ഇത് കാണിച്ചു തന്നതേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഒഴുകി വരുന്നതാട്ടോ. എന്നാ ഭംഗിയാണെന്നറിയോ അവിടുത്തെ ആ ഒരു വ്യൂ കാണാനായിട്ട്. നിറച്ചും കോടയൊക്കെ ആയിട്ട് ആ മലകളൊക്കെ കാണാനായിട്ട് എന്നാ ഭംഗിയാണെന്നറിയാവോ. ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ട്, വൈബായെന്നൊക്കെ. കുറേ നല്ല ഫോട്ടോസും വീഡിയോസും അതിലേറെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ ആട്ടോ ഇത്. നമ്മൾ റിട്ടേൺ ഇറങ്ങാം കേട്ടോ. എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്നൊക്കെ പറയണ പോലെ ഈ ഒരു സ്പോട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ വന്നു കഴിയുമ്പോൾ കാണുന്ന വ്യൂ ഇതാട്ടോ. ആ മലകളൊക്കെ എന്താ പറയുക, മേഘങ്ങളെ മുട്ടി നിൽക്കണ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഈ മലകളിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ മലയിൽ നിന്നും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഒഴുകി പോണ കാണാനായിട്ട് എന്താ പറയുക, ഇങ്ങനെ പെൻസിലും കൊണ്ട് നമ്മൾ വരച്ച് വെച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയാണ് തോന്നണം കേട്ടോ. അത്ര ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നമ്മൾ ഈ ചെറിയ മഴക്കോളമുള്ള ഒരു ടൈമിൽ വന്നുകൊണ്ട് തന്നെ ഇതിനൊക്കെ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഭംഗിയാന്നൊക്കെ കണ്ടിട്ട് ഇവിടെ. ഹലോ പോണോ നമ്മളെ ആക്ടിവിറ്റീസ് ഒക്കെ എവിടെയാ കേട്ടോ. ഷൂബിൻ്റെ ഇവിടെ ഷൂബി. ഞാൻ പറഞ്ഞില്ലേ മയിലിന്റെ ഒച്ചയൊക്കെ ഉണ്ടെന്ന്. ഇതിന്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ തൊട്ടേ മയിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടെ നിന്നാന്നൊരു പിടി ഉണ്ടായിരുന്നില്ല, പക്ഷെ മയിലാന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്നൊക്കെ. നമ്മുടെ ഇവിടെ വന്നുകൊണ്ട് നമുക്കത് മനസ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് തിരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേ നമ്മൾ ആക്ടിവിറ്റീസ് നടക്കുന്ന ആ ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയണ്ടേ, ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റണില്ല എന്ന് പറയണ പോലെ തന്നെയാണ്. റോഡ് ഒട്ടും കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നെല്ലിയാമ്പതിക്ക് പോത്തുണ്ടി ഡാമിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് പോണ വഴിക്കുള്ള റോഡാണ്. നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് കയറാട്ടോ. കുരങ്ങന്മാരാട്ടാ. സ്കൂബി കുട്ടൻ നോക്കിയിരിക്കണ്ട കുരങ്ങന്മാരെ. ഇഷ്ടമായടാ മാന്തണതേ കണ്ണേ കണ്ട നീ വാല് മാന്തണത്. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതേ മുന്നോട്ട് പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പോണ ഒരു JCB ഉണ്ടല്ലോ, എവിടെയോ മണ്ണ് ഇങ്ങനെ ഉരുണ്ട് വീണിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പാറയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്ന് റോട്ടിൽ കിടക്കുന്നുണ്ടെന്നും പറഞ്ഞ് മാറ്റാനായിട്ട് പോണതാട്ടോ. അപ്പോൾ ഈ സൈഡിൽ കിടക്കണ ഈ പാറയൊക്കെ കണ്ടിനിപ്പോൾ നമുക്കൊരു സംശയം ഇനിയിപ്പോൾ അതെങ്ങാനാണോ എന്ന്. പിന്നെ പാറ കണ്ടിനിപ്പോൾ മനസ്സിലായി അത് മുന്നേ കിടക്കണതാന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളൊരു കുഞ്ഞു വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് തുടരെ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടം കുഞ്ഞിതും വലുതൊക്കെ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ആദ്യം നല്ല കൗതുകയൊക്കെ ആയിരുന്നു, പിന്നെ വെള്ളച്ചാട്ടമാണെന്നാൽ പോവാം ആ ഒരു സെറ്റപ്പ് ആയിരുന്നൊക്കെ. ഈ കണ്ടതേ നമ്മുടെ ഡാമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആട്ടോ, നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ. അപ്പോൾ ഇത് നമ്മളിനിയിപ്പോൾ ആ ഒരു മേളിലേക്ക് കണ്ട ആ ഒരു മലകളിലേക്കാണ് പോണേന്നൊക്കെ. ഇത് അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടം ആട്ടോ. ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളൊരു 3 വെള്ളച്ചാട്ടത്തിനടുത്ത് കണ്ടുല്ലേ, വീഡിയോ എടുക്കാത്ത കുറേയും അധികം വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇവന്റെ എക്സ്പ്രഷൻ കൊരങ്ങനാക്കി. കൊരങ്ങനെ സ്കൂബി കൂടി
മല്ലയുദ്ധം നടന്നപ്പോ നമ്മുടെ സ്കൂബിക്ക് ഇപ്പോൾ ദേ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുണ്ടാക്കി അല്ലെങ്കിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കണത് അവന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെറുതെ ഇവനെ കളിപ്പിക്കാനായിട്ടായാലും ഇപ്പോൾ ആരെങ്കിലും തല്ലണതായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് കരയണ പോലെയൊക്കെ കാണിക്കും. അപ്പോഴേക്കും ഓടി വന്ന് അടിക്കണ ആളവൻ പിടിച്ച് കടിക്കാനൊക്കെ പോട്ടോ. ഇപ്പോൾ പിന്നെ വേറെ മൃഗങ്ങളെ ആയാലും പുള്ളിക്കാരന് നമ്മളങ്ങോട്ട് അവരെ സ്നേഹിക്കുന്നത് അത്ര അങ്ങോട്ട് പിടിക്കില്ല എന്നൊക്കെ. ചെറുതായിട്ട് അസൂയം കുശുമ്പൊക്കെ ഉള്ള കൊച്ചാണ് ഞങ്ങളുടെ. അപ്പോൾ പപ്പ കുരങ്ങനെ ഒന്ന് കളിപ്പിച്ചത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പിന്നെ ഈ വഴിയിൽ ഉടനീളം നമുക്കിങ്ങനെ കുരങ്ങന്മാരെ കുറേയും കാണാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. ഈ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ കിടന്നുറങ്ങണ പിള്ള എവിടെ നിന്നാണെന്നറിയില്ല അവന് എനർജി വന്നിട്ട് ഇങ്ങനെ കണ്ണു നട്ട് ഇങ്ങനെ ഇരിക്കണ കാണാം. ഇപ്പം ഞാൻ പിടിച്ച് തിന്നുമെന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് അവൻ്റെ സ്വഭാവം എന്നൊക്കെ. അവൻ കുഞ്ഞിതാന്നുള്ള ബോധം അവനില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. പക്ഷെ ഇവൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പേടിച്ച് ഓടാറുണ്ട് കേട്ടോ. കാര്യം അവൻ അത്യാവശ്യം നല്ല ഒച്ച ഉള്ളതുകൊണ്ട് തന്നെ. അങ്ങനെയാണ് പല കാര്യങ്ങളും. ഇടയ്ക്കുള്ള വ്യൂ കേട്ടോ, രസമല്ല കാണാനായിട്ട്. ശരിക്കും കാറ്റ് വന്ന പോലെയാണ് ഒച്ച കേൾക്കുന്നത്. നിന്റെ ആഗ്രഹം കൊള്ളാണ്. പാലക്കാടിൻ്റെ വേറൊരു പ്രത്യേകതയാട്ടോ ഇവിടുത്തെ കാറ്റ്. ഭയങ്കര കാറ്റാന്നൊക്കെ. ചൂടാണെങ്കിൽ ചൂട് കാറ്റും തണുപ്പാണെങ്കിൽ തണുത്ത കാറ്റും അങ്ങനെ. അപ്പം നമ്മൾ ക്ഷണിക്കാത്ത അതിഥിയായിട്ടുള്ള നമ്മുടെ മഴ യാത്രയിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കോട മൂടി വന്നുകൊണ്ട് തന്നെ മഴ പെട്ടെന്ന് പോയിക്കോളും. അതാണ് വേറൊരു ആശ്വാസം. അവിടെ മുകളിൽ നെരുപ്പ് കേൾക്കണ്ടായിരുന്നോ? അതാ എനിക്ക് തന്നെ അവിടെ മോട്ടർ ഓൺ ആക്കിയിട്ട് മോട്ടറാ മോട്ടർ ഓണാക്കി അടിക്കുന്നത് സൂപ്പറല്ലേ ടൂറാ പ്രിൻസിന്റെ ഈ ഒരു ഏരിയ കണ്ടപ്പോഴേ നമ്മുടെ മൂന്നാർ നമ്മുടെ ടോപ്പ് സ്റ്റേഷനില്ലേ അവിടുത്തെ കുറച്ചൊരു സിമിലാരിറ്റി പോലെ എനിക്ക് തോന്നി കേട്ടോ. എൻ്റെ ഒരു തോന്നലാന്ന് വേണമെങ്കിൽ പറയാം. കുരങ്ങന്മാർ ഓടി പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ദീക്കളെ. കാറിന്റെ മേളിലാണ് അഭ്യാസം. ചായക്ക് വന്ന് പറഞ്ഞു ചായ ഞാൻ ഓടിക്കുന്നു. അതെന്തെങ്കിലും കണ്ട ഇവിടെ കഴിഞ്ഞ നല്ല അഭിപ്രായം. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെ മൂടാ രീതിക്ക് നിറച്ചും കോടയായിരുന്നു കേട്ടോ. കോട ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനും അമ്മയും പിള്ളേരുടെ തല്ലുണ്ടാക്കണത്. മിക്കാറൊന്ന് സ്കൂബീനെ അറ്റാക്ക് അവന്മാര് കയറിയത്. ഒന്നും കാണാൻ സ്കൂബി ജീപ്പ് കയറിയില്ലല്ലോ. പ്രിൻസേ എങ്ങടാ ഓടണേ? ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് കയറാം. അതിനായിട്ട് നമ്മൾ ജീപ്പ് സഫാരി ആട്ടോ ചൂസ് ചെയ്തത്. അതിന് എല്ലാവർക്കും ഞങ്ങളൊരു 8 പേരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീപ്പിന് 2500 700 ആ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ.
നമ്മുടെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ 2-3 സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന വഴിക്ക് ആദ്യത്തേത് ഒരു ഫിലിം ഷൂട്ട് ചെയ്തൊരു ഏരിയ, അത് ഏതാ അതെന്ന് ഞാൻ ഓർക്കുള്ള കേട്ടോ ഞാൻ കറക്റ്റായിട്ട്. പിന്നെ ഏറ്റവും മേളിലായിട്ടുള്ള ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ റെഡ് അലേർട്ടുള്ള ടൈമിലാണ് പോയതെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വന്നതിനിപ്പോൾ ആ ഫിലിം ഷൂട്ട് ചെയ്ത ഏരിയയിൽ ഇറങ്ങാൻ പറ്റില്ല, മഴ പെയ്ത് തുടങ്ങിയിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ വന്ന സമയത്ത് അത്ര കോടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഒരു കോട അങ്ങോട്ട് വന്നിട്ട് പിന്നെ ചുറ്റുകളൊന്നും കാണാൻ പറ്റില്ലാത്തൊരവസ്ഥയായിട്ടോ. അപ്പുറം നിൽക്കണത് ആരാ നമുക്ക് മനസ്സിലാവില്ല, ആൾ നിൽക്കണമെന്ന് മനസ്സിലാവും, അല്ലാണ്ട് ആരാണ് നമുക്ക് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് കോടയെ. എന്തായാലും നിങ്ങൾ പാലക്കാട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ജീപ്പ് സഫാരി ചെയ്ത് ഇതിൻ്റെ മേലൊന്ന് വന്ന് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതെന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കൂബി കുഞ്ഞാട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് തുള്ളണ അങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്, അത് നമ്മുടെ വേറൊരു എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ ജീപ്പ് സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കട തപ്പലാണ് ഇനി അടുത്ത പണിയെന്നൊക്കെ. നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല കേട്ടോ. വലിയ ഹൈജീനോ അല്ലെങ്കിൽ വലിയ കട വേണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന കടയിൽ പോയി നന്നായിട്ട് ഫുഡ് കഴിക്കുക. നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങളിവിടെ നെല്ലിയാമ്പതിയിലാട്ടോ ഉള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഫുൾ കോടയാ, വായന്ന് പുക പോണുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ റിട്ടേൺ റൂമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദേ ബാക്കി പാലക്കാടത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഓടി വരാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് നിർത്താമെന്നൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ലവ് യു ഓൾ.